പ്രിയപ്പെട്ടവരെ, 2017 മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻറ്റും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും അതുപോലെ MLA യും MP യും ഒക്കെയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന അഹമ്മദ് സാഹിബിൻ്റെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി അന്ന് വേങ്ങരയുടെ MLA ആയിരുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മലപ്പുറം പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇന്ത്യൻ പാർലമെൻറ്റിലെത്തി എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് ജീവിത കാലഘട്ടം അവിടെ നിന്നും ആരംഭിക്കുകയായിരുന്നു. അതിനുശേഷം 2019 പാർലമെൻറ്റ് ഇലക്ഷനിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത്. ആ ഇലക്ഷനിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻ പാർലമെൻറ്റിലെത്തി എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. മലപ്പുറം പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഇതുവരെ കാണാത്തതായിട്ടുള്ള ചരിത്ര ഭൂരിപക്ഷമാണ് അന്ന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കിട്ടിയത്. പക്ഷേ ആ വോട്ട് ചെയ്ത ജനങ്ങളോട് പൂർണ്ണമായിട്ടും നീതി പുലർത്താൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2019 മുതൽ 2024 വരെയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഇന്ത്യൻ പാർലമെൻറ്റിലെ കാലാവധി. പക്ഷേ അതിന് മുമ്പ് തന്നെ 2021 കേരള അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും കേരള അസംബ്ലിയിലേക്ക് തന്നെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് വേങ്ങരയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ചയാണ് എല്ലാവർക്കും കാണാനായത്. അതിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ എതിർപ്പുകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ തോൽവിക്ക് തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമായത് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലെത്താതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ വീണ്ടും കേരള അസംബ്ലിയിലേക്കുള്ള സ്ഥാനാർത്ഥിത്വമാണ് എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും ഐക്യജനാധിപത്യ മുന്നണിയിലും അതുപോലെ തന്നെ കേരളീയ പൊതുസമൂഹത്തിലും അന്നും വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് 2024 വീണ്ടും ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ കൂടി രാജ്യം അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അഹമ്മദ് സാഹിബിൻ്റെ പിൻഗാമിയായി വീണ്ടും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തന്നെ മത്സരിക്കുമോ എന്നുള്ളതാണ് കേരള രാഷ്ട്രീയവും അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അത്തരമൊരു തീരുമാനങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. കാരണം അഹമ്മദ് സാഹിബിനെ മരണശേഷം PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും ഒക്കെ തീരുമാനമെടുത്ത് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത്തരമൊരു പോരാട്ടത്തിനും അവിടെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് വന്നുകൊണ്ട് വേങ്ങര അസംബ്ലിയിൽ വീണ്ടും കേരള നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയായത് എന്നുള്ളത് ഇന്നും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ ദുഃഖത്തോടു കൂടിയാണ് ഓർക്കുന്നത്. രാജ്യത്തിൻ്റെ അധികാരത്തിൽ നിന്നും RSSനെയും BJPയും താഴിറക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പോരാട്ടം അവിടെ ഡൽഹിയിൽ ആവശ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകരെയും അദ്ദേഹത്തെ വീണ്ടും പാർലമെൻറ്റിലേക്ക് അയക്കണം എന്നുള്ള തീരുമാനത്തിൽ മലപ്പുറം പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള 2 ലക്ഷം ഭൂരിപക്ഷത്തിൻ്റെ വിജയത്തോടു കൂടി അദ്ദേഹത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിച്ചത്. പക്ഷേ അദ്ദേഹം ആ കാലാവധി പൂർത്തിയാക്കിയില്ല എന്നതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തോടുള്ള ദേഷ്യവും ഒരു എതിർപ്പുമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർ പ്രകടിപ്പിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും ഡൽഹിയിൽ തന്നെ പോയി RSSനെയും ഫാസിസത്തിനെയും BJPയെയും ഒക്കെ എതിർത്തുകൊണ്ട് രാജ്യത്തിൻ്റെ അധികാരത്തിൽ നിന്ന് RSSനെ താഴിറക്കാനുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചുക്കാൻ പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഉള്ളത്.
മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ ആഗ്രഹത്തിനനുസരിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഒരു തവണ കൂടി സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും മുസ്ലിം ലീഗ് പാർട്ടി അത് പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താല്പര്യപ്പെടേണ്ടത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ഇടിമുഴക്കമായി അദ്ദേഹം മാറുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പൗരത്വ വിഷയത്തിലൊക്കെ അദ്ദേഹമാണ് കോടതിയിൽ കേസ് കൊടുത്തത്. ഇന്നും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും കേന്ദ്രവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് പൗരത്വ വിഷയത്തിൽ ഇന്നുമുള്ളത്. ആ ഒരു വിഷയത്തിലൊക്കെ കേസിൽ അന്ന് ഒപ്പിട്ടതൊക്കെ അന്നത്തെ എം പിയും മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് 1-2 ഇയർ അവിടെ പ്രവർത്തിച്ചപ്പോൾ തന്നെ ജനമനസ്സുകളും അതുപോലെ തന്നെ ഒരു മുന്നണിക്കനുസരിച്ചൊക്കെ അദ്ദേഹത്തിന് പ്രൗഢഗംഭീരമായി പ്രവർത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം വീണ്ടും മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വീണ്ടും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കുമോ, അല്ലെങ്കിൽ അയച്ചുകൊണ്ട് ഒരു പോരാട്ടത്തിന് വീണ്ടും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മുസ്ലിം ലീഗ് പാർട്ടി അത്തരമൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരും എല്ലാവരും ആ തീരുമാനത്തെ അംഗീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ വീണ്ടും അജയ്യമായിട്ട് മുന്നോട്ട് പോകാൻ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും.